ആരോഗ്യക്കുറിപ്പുകൾ. മൂത്രാശയത്തിലെ അണുബാധകൾ. ഡോക്ടർ കാർത്തിക കടലൂർ സംസാരിക്കുന്നു. മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യപൂർണമായ പ്രവർത്തനത്തിന് മാലിന്യ ബഹിഷ്കരണം വളരെ അത്യാവശ്യമാണ്. സർവശരീരഭാഗങ്ങളിലെയും ചയ-അപചയ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന മലങ്ങൾ രക്തത്തിലൂടെ വൃക്കകളിലെത്തുകയും അവിടെ നിന്ന് അവ വേർതിരിച്ച് കുറച്ച് നൈട്രജനും ലവണങ്ങളും കലർന്ന് മൂത്രരൂപേണ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു. വൃക്കകളിൽ നിന്നും യുറീറ്റേഴ്സ് വഴി ബ്ലാഡറിൽ വന്ന് നിറയുന്ന മൂത്രം മൂത്രനാളി വഴി പുറത്തേക്ക് പോകുന്നു. ഈ പഥത്തിൽ എവിടെ വരുന്ന അണുബാധയും മൂത്രാണുബാധയായി കണക്കാക്കുമെങ്കിലും സർവ്വസാധാരണമായി നമ്മൾ കേൾക്കുന്ന UTI അഥവാ മൂത്രപ്പഴുപ്പ് ലോവർ ട്രാക്റ്റിൽ വരുന്ന ഇൻഫെക്ഷൻസിനെ ഉദ്ദേശിച്ചാണ്. അതായത് യുറീത്ര, ബ്ലാഡർ എന്നിവയിൽ വരുന്നവ. മൂത്രപ്പഴുപ്പ് എന്നത് ഏതു പ്രായക്കാരിലും കാണുന്ന ഒരു രോഗാവസ്ഥയാണ്. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കാതിരിക്കുക എന്നതാണ് പ്രധാന കാരണം. വൃത്തിബോധത്താൽ പൊതു ശൗചാലയങ്ങൾ ഉപയോഗിക്കാൻ ഉള്ള മടി മൂലം മൂത്രം പിടിച്ചു വെക്കുന്ന പ്രവണത സ്കൂൾ വിദ്യാർത്ഥികളിലും വർക്ക് ചെയ്യുന്ന സ്ത്രീകളിലും രോഗകാരണമാകുന്നു. ഇതുമൂലം പെൺകുട്ടികളിലും സ്ത്രീകളിലും വേദനയോടുകൂടിയുള്ള ആർത്തവവും ഉണ്ടാകാനിടയുണ്ട്. മൂത്രമൊഴിച്ചതിനു ശേഷം ശരിയായ രീതിയിൽ ശുചിത്വം പാലിക്കാത്തതും, പ്രമേഹ രോഗികളിൽ മൂത്രത്തിൽ പഞ്ചസാരയുടെ സാന്നിധ്യവും, ഗർഭിണികളിൽ യോനീസ്രവത്തിൽ വരുന്ന pH വ്യത്യാസവും രോഗാണുക്കളെ ആകർഷിക്കുന്നു. കൂടാതെ പ്രമേഹ രോഗികളിലും മറ്റു ക്ഷീണിതരായവരിലും പേശി ഞരമ്പുകളുടെ അയവ് മൂലം മൂത്രം ഒഴിഞ്ഞു പോകാതിരിക്കുകയും അതുവഴി അണുബാധയും കാരണമാകുന്നു. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ മൂത്രമൊഴിക്കുമ്പോൾ വേദന, ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചൊറിച്ചിൽ, വിട്ട് അല്പാൽപമായി മൂത്രം ഒഴിക്കാൻ തോന്നുക, മൂത്രം ഒഴിഞ്ഞു പോകാത്തതായി തോന്നൽ, അടിവയറ്റിൽ കനം, നീർക്കെട്ട്, അണുബാധ വൃക്കകളിലേക്ക് പടരുമ്പോൾ നടുവേദന, പനി, വിറയൽ, ഓക്കാനം, ക്ഷീണം എന്നിവയും ഉണ്ടാകുന്നു. രോഗം ബാധിച്ചവരിൽ നാവിൽ പൂപ്പൽ കാണാറുണ്ട്. ഈ രോഗം ഒരിക്കൽ ബാധിച്ചവരിൽ വീണ്ടും വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നതും ഒരു പ്രത്യേകതയാണ്. ഈക്കോളൈ ബാക്ടീരിയയുടെ സാന്നിധ്യം ഈ രോഗബാധിതരിൽ ഉണ്ടാകാറുണ്ട്. മൂത്രം പരിശോധിച്ചാൽ മൂത്രത്തിന് കലക്കമോ, ആസിഡ് റിയാക്ഷൻ, മൂത്രത്തിൽ പസ് സെൽസ്, എപ്പിത്തീലിയൽ സെൽസ് എന്നിവ പോസിറ്റീവ് ആകാറുണ്ട്. ഇതിന് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ: ധാരാളം വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് മുലയൂട്ടുന്ന അമ്മമാർ ധാരാളം വെള്ളം കുടിക്കണം. മൂത്രം പിടിച്ചു വെക്കാതിരിക്കുക. ശുചിത്വം പാലിക്കുക. ആഹാരത്തിൽ പുളി, എരിവ് എന്നിവ കുറയ്ക്കുക. രോഗബാധിതരായവർ കുടിക്കുവാൻ ചെറുള, ഞെരിഞ്ഞിൽ, ബാർലി, മല്ലി, തഴുതാമവേര് എന്നിവയിലേതെങ്കിലും വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാം. ആ ഭാഗത്ത് കഴുകുവാൻ കണിക്കൊന്ന ഇല, വാളൻ പുളിയില, ആര്യവേപ്പില എന്നിവ ഇട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടുകൂടി, അതായത് മൂത്രത്തിന്റെ അതേ ചൂടിൽ അവിടെ ഒഴിക്കാവുന്നതാണ്. ചികിത്സയിൽ ബൃഹത്യാദി കഷായം, ചന്ദ്രപ്രഭ ഗുളിക, കുറുന്തോട്ടി, പഴുക്കപ്ലാവില, ജീരകം എന്നിവ ഇട്ട് വച്ച കഷായം, ധാന്വന്തരം ഗുളിക എന്നിവ ഉപയോഗിക്കാറുണ്ട്. ഇത് വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാവൂ. തുടർച്ചയായ അണുബാധ വൃക്കകളിലേക്ക്, രക്തത്തിലേക്ക് പടരാൻ ഉള്ള സാധ്യത വളരെയേറെയാണ്. സ്ത്രീകളിൽ ഇൻഫെർട്ടിലിറ്റിക്ക് വരെ ഇത് കാരണമാകാം. അതിനാൽ അണുബാധ ഉണ്ടാവുകയാണെങ്കിൽ ശ്രദ്ധയോടെ ചികിത്സിച്ചു മാറ്റാനും വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. മൂത്രാശയത്തിലെ അണുബാധകൾ. ഡോക്ടർ കാർത്തിക കടലൂർ സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.